അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഓട്ടോറിക്ഷയിൽ കയറുമ്പോൾ തന്നെ അർച്ചന പറഞ്ഞിരുന്നു, പകുതി പൈസ ഞാനും കൂടി കൊടുക്കാമെന്ന്. അങ്ങനെ എഗ്രിമെൻറ്റ് ചെയ്തതിന് ശേഷമാണ് JKയും അർച്ചനയും കൂടി ഓട്ടോറിക്ഷയിൽ കയറുന്നത്. അതേസമയം JK പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്തായാലും പകുതി വഴിയിൽ ഇറങ്ങും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ JK നേരെ പോയത് ഒരു ബാറിൻ്റെ മുൻപിലാണ്. ആ ബാറിൻ്റെ മുൻപിൽ ഇറങ്ങിയിട്ട് JK ഓട്ടോറിക്ഷക്കാരന് പൈസ കൊടുക്കുകയാണ്. അത് കാണുമ്പോൾ അർച്ചന ഓട്ടോറിക്ഷയിൽ നിന്നും പുറത്തിറങ്ങിയിട്ട് പറയുന്നുണ്ട്, മുഴുവൻ പൈസയും കൊടുക്കണ്ട, കാരണം ഞാൻ അവിടെ നിന്ന് പറഞ്ഞതാണല്ലോ കയറുമ്പോൾ തന്നെ പകുതി പൈസ ഞാൻ ഷെയർ ചെയ്യാമെന്ന്, ഞാൻ കൊടുക്കാം പകുതി പൈസ എന്ന് പറയുകയാണ് കേട്ടോ. അതേസമയം JK അതിന് സമ്മതിക്കുന്നില്ല. വേണ്ട, പൈസ വേണ്ട, വക്കീൽ മേഡത്തിൻ്റെ പൈസ വേണ്ട, ഞാൻ തന്നെ കൊടുത്തോളാം എന്നിങ്ങനെ പറയുകയാണ്. ഇവർ രണ്ടുപേരുടെയും തർക്കം കണ്ട് അതുവഴി വന്ന ഒരു വഴിയാത്രക്കാരൻ, നിങ്ങളെന്തിനാ അങ്ങനെ തർക്കപ്പെടുന്നത്, ഭാര്യ തരുന്ന പൈസയല്ലേ, ഐശ്വര്യമായിട്ട് അത് വാങ്ങിയിട്ട് കൊടുക്കുക, എന്തിനാ അങ്ങനെ വഴക്ക് കൂടുന്നത് എന്നിങ്ങനെ പറയണം കേട്ടോ. അയാളുടെ ആ വർത്തമാനം കേട്ടതും തന്നെ JKയും അർച്ചനയും ആകെ ഞെട്ടിത്തരിച്ച് പോവുകയാണ് കേട്ടോ. അതേസമയം JKയും അർച്ചനയും ഇവരിങ്ങനെ നിന്ന് സംസാരിക്കുന്നത് ജഗദീഷ് വക്കീൽ കാണുകയാണ് കേട്ടോ. ജഗദീഷ് വക്കീലിന് ആകെ മൊത്തം ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുകയാണ്. അർച്ചന JK ആയിട്ട് എന്തോ ഒരു ഇടപാടുണ്ട് എന്ന് ജഗദീഷ് വക്കീൽ കരുതുകയാണ് കേട്ടോ. അതേസമയം തന്നെ അങ്ങോട്ടേക്ക് മധുബാല വരുന്നുണ്ട്. മധുബാല വരുമ്പോൾ ഇവരെ കാണുകയാണ്. ഇവരെ കാണുമ്പോൾ തന്നെ JK അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് ചിന്നുവിനോട് മഞ്ജു ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ, എന്താ നിൻ്റെ JK സാർക്ക് ഇനിയും വാടക വീട് കാണാൻ വരാനും കൂടി സമയമില്ലേ, അത്രയും തിരക്കാണോ എന്നിങ്ങനെ ചിന്നുമോളോട് ചോദിക്കുകയാണ് കേട്ടോ. അതേസമയം JK ഇവിടെ വീട്ടിൽ താമസിക്കാൻ വരുന്ന കാര്യം മഞ്ജുവിന് തീരെ ഇഷ്ടമില്ല. ആ അനിഷ്ടം മഞ്ജു ചിന്നുവിനോട് പ്രകടിപ്പിക്കുകയാണ് കേട്ടോ. അതേസമയം ചിന്നു പറയുന്നുണ്ട്, സാർക്ക് ഒരുപാട് തിരക്കുള്ള ആളാണ് അങ്കിള്, അതുകൊണ്ടാണ് അങ്കിളിന് വരാൻ സമയം കിട്ടാത്തത്. എന്തായാലും ശരി, അങ്കിൾ എന്തായാലും കാണാൻ വരുമ്പോൾ തന്നെ നമുക്ക് പോയിട്ട് കാണാമെന്നിങ്ങനെ പറയണം കേട്ടോ. പക്ഷേ മഞ്ജുവിനാകെ കുശുമ്പാണ്. ഒരിക്കലും ആ വീട്ടിൽ JK വരരുത് എന്നാണ് മഞ്ജു ആഗ്രഹിക്കുന്നത്.